എങ്ങനെയുണ്ടായിരുന്നു? മൺഡേ ആണ്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീക്ക്? നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നൊരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണല്ലേ? എല്ലാവരും വർക്കിനും കാര്യങ്ങളും ഇന്നലെ ഒരു ലീവൊക്കെ ആയിട്ട് നിങ്ങള് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഇന്ന് തിരിച്ച് നമ്മുടെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഡേ ആണ്. നിങ്ങൾക്ക് അറിയാം, മൺഡേ നോർമലി നമ്മുടെ സാറ് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ആണ് ഉണ്ടാവാറ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സാറിനെ ഇവിടെ കാണുന്നുണ്ട് അല്ലെ? സാറിനെ കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. സക്സസ് കോച്ചും അതുപോലെ തന്നെ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറെ ക്ലാസ് ആണ് ഇന്നുള്ളത്. സാറിന്റെ ടോപ്പിക് ഫോക്കസ് എന്ന ടോപ്പിക്കാണ് സാറിന് എടുക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സാർ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. കഴിഞ്ഞ ആഴ്ച ഒന്ന് മിസ്സായി. കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ വൈഫിൻ്റെ അമ്മാമ്മ മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് ആ ഒരു തിരക്കിലായിരുന്നു. എനിവേ, ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ മൺഡേ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞു. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പരുന്ത്, ഒരു ഈഗിള് ഒരു ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആ പരുന്ത് എവിടെ നിന്നാണ് പറന്നു വരുന്നതെന്ന്. ഈ പരുന്തിന് സത്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആ ഫിഷിനെ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണേ. ചോദ്യം കേട്ടില്ല. അതായത് ആ പരുന്ത് നോക്കിയാൽ നിങ്ങൾ അത്രയും ടോപ്പിൽ ഇരുന്നിട്ട് ഈ പുഴയുടെ വെള്ളത്തിലൂടെ പോകുന്ന അടിയിൽ പോകുന്ന ഫിഷിനെ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുന്നത്? ഫോക്കസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫോക്കസ്. അതായത് അത്രയും വെള്ളമുണ്ട്, അതിനധികം അത്രയും മീനുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ആ ഫിഷിനെ വന്ന് ക്യാച്ച് ചെയ്തിട്ട് പോകും. നമുക്ക് മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളിപ്പോ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഇപ്പം സിംഹം തന്നെ ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിംഹം ഇങ്ങനെ കുറേ മാൻകൂട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ പോത്തുകളൊക്കെ ഉണ്ടാവും. സിംഹം ഇങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അത് ഓടിച്ചു തുടങ്ങുന്ന സമയത്ത്, ഒരു ഇരേനെ കണ്ടിട്ട് സിംഹം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ആ ഇര നല്ല സ്പീഡിൽ പോകുന്നുണ്ടാവും. പക്ഷെ ഒരു കൂട്ടത്തിലേക്കായിരിക്കും സിംഹം ഓടി വരുന്നത്. അപ്പൊ ഈ സിംഹം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് സൈഡിൽ കൂടെ, തൊട്ടടുത്ത് കൂടെ വേറെ മാനുകളും അല്ലെങ്കിൽ ഏതാണോ മൃഗത്തെ എന്ന് വെച്ചാൽ അതിന്റെ വേറെ കൂട്ടങ്ങൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ ആനിമൽ പ്ലാനറ്റ് വീഡിയോസിലൊക്കെ നോക്കിയാൽ പറ്റും, സിംഹത്തിന്റെ അടുത്ത് കൂടെ മറ്റു മൃഗങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ പോലും സിംഹം ഒരിക്കലും തൊട്ടടുത്ത മൃഗത്തിലേക്ക് പിടിക്കാൻ ശ്രമിക്കില്ല. സിംഹം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും, അയാൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും അതിനെ മാത്രമേ പിടിക്കുള്ളൂ. അതല്ലാതെ തൊട്ടടുത്തപ്പോഴേക്കും ഈ കൂട്ടത്തിലേക്ക് ഓടി വരുന്ന സമയത്ത് അതിലും സ്പീഡ് കുറഞ്ഞ ആൾക്കാരൊക്കെ സൈഡിൽ കൂടെ പോകുന്ന, ഇപ്പുറത്തെ കൂടെ പോകുന്നുണ്ടാവും. ഇതൊന്നും സിംഹത്തെ ഡിസ്റ്റർബ് ചെയ്യില്ല. സിംഹം കാണുന്നത് ഒന്ന് മാത്രമാണ്, ആ കറക്റ്റായ ഇരേനെ മാത്രമാണ്. അതുകൊണ്ടാണ് സിംഹത്തിന് പലപ്പോഴും ഇര പിടിക്കാൻ പറ്റുന്നത്. ഇര പിടിക്കുന്ന ഏത് ജീവികളാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണമെങ്കിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കും വേണം ഒരു എന്താ പറയാ, കൃത്യമായ ഒരു ഫോക്കസ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്, അൺലീഷിങ് ദ പവർ ഓഫ് ഫോക്കസ്. നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കുറേ മെത്തേഡ്സ് ആണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണുന്നത്.
ഇതില് ആദ്യമായിട്ട് ഒരാളെ കാണുന്നുണ്ട്. ഇതാരായിരുന്നു? ഫസ്റ്റ് ആരായിരിക്കും? ഈ കാണുന്ന ആരാണ്? ഇതിൽ ആരെങ്കിലും അറിയോ നിങ്ങള്? അർജുനൻ. ഏതാ? അർജുനൻ. അർജുനൻ. അർജുനന്റെ കഥ ആരെങ്കിലും ഒന്ന് പറഞ്ഞിടാവോ? എന്തായിരുന്നു അർജുനന്റെ അമ്പുമായിട്ട് ബന്ധപ്പെട്ട കഥ? കുറെ കഥകളുണ്ട്, എന്നാലും നമ്മുടെ ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുമ്പോൾ ആർക്കൊന്ന് എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുക? പറയട്ടെ സാർ. പറഞ്ഞോളൂ. അസ്ത്രവിദ്യയില് എല്ലാവർക്കും ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ദ്രോണാചാര്യർ നടത്തി. ആ സമയത്ത് പക്ഷിയാണ് വെടിവെക്കാനുണ്ടായിരുന്നത്, അസ്ത്രം അമ്പെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരോടും ചോദിച്ചു എന്താണ് നിങ്ങൾ കാണുന്നതെന്ന്. അപ്പോ പലരും പറഞ്ഞു മരം കാണുന്നുണ്ട്, പക്ഷിയെ കാണുന്നുണ്ട്, അങ്ങനെ ഓരോരോ അഭിപ്രായം പറഞ്ഞു. എന്നാൽ അർജുനൻ പറഞ്ഞത് ഞാൻ അതിന്റെ കണ്ണ്, അത് മാത്രമാണ് കാണുന്നത്. അപ്പൊ അത്രയും ഫോക്കസ്ഡ് ആയിരുന്നു. യെസ്, അങ്ങനെ അവസാനം അർജുനൻ അമ്പ് ചെയ്തിട്ടു. അപ്പൊ ആ കഥ വളരെ താങ്ക് യു മാം സുലിഹബി. ഓക്കെ, സുലിഹാബി മാം. അതായത് ആ കഥ വളരെ സ്പെസിഫിക് ആണ്. ഭീഷ്മർ ഇവരൊക്കെ ഉണ്ട് ഒരു ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ഭീമനോടും ബാക്കി എല്ലാവരോടും ചോദിച്ചപ്പോ ഞാൻ ആദ്യം അതിന്റെ ഒരു മരം കാണുന്നുണ്ട്, ആ മരത്തിനുള്ളിൽ ചില്ല കാണുന്നു, ആ ചില്ലയുടെ ഉള്ളിൽ ഒരു പക്ഷിനെ കാണുന്നു, ആ പക്ഷി അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ നീ അമ്പ് ചെയ്യേണ്ടെന്നാ പറഞ്ഞത്, നീ അമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവസാനം അർജുനോട് ചോദിച്ചപ്പോ അർജുനൻ പറഞ്ഞു ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്പ് ചെയ്തോളാൻ പറയും, കറക്റ്റായിട്ട് ആ കിളി താഴെ വീഴുകയും ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാല് ആരൊക്കെ സക്സസ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ കൃത്യമായ ഫോക്കസ് ഉണ്ടായിരുന്നു. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താണ്. ഈ പിക്ചറിൽ അടുത്തുള്ള ആളെ പേര് ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാന്ന് പറയാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാമല്ലോ ഓന്നെങ്ങാനും. ആരെങ്കിലും ഇല്ല? നോന്നെങ്കിലും ടൈപ്പ് ചെയ്തൂടെ? അറിയില്ല, ഇല്ല. ഓക്കെ, ശ്രീരാജ് പറഞ്ഞു. ആരെങ്കിലും? ഓക്കെ, നോ, വെരി ഗുഡ്, നോ പ്രോബ്ലം. അറിയില്ല എന്നുള്ളതൊരു തെറ്റല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കുന്നത് മാത്രമാണ് ഒരു തെറ്റ്, അതുകൊണ്ടാണ്. എനിവേ, ഇദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ കാർണിഗി എന്നാണ്. ആൻഡ്രൂ കാർണിഗി ലോകത്ത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ. ഇപ്പൊ നമുക്കറിയാം കുറെ പേരൊക്കെ ലോകത്ത് കോടീശ്വരനുണ്ട്, അവരുടെ വാല്യൂസ്, അവരുടെ കോടി സ്വത്തിന്റെ ഒക്കെ കണക്ക് വരുന്നുണ്ട്. പക്ഷെ ആൻഡ്രൂ കാർണിഗി 1989 1889 ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന പൈസ, ആ പൈസയുടെ മൂല്യം ഇന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇലോൺ മാസ്ക് പോലും അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 4 അയൽവക്കത്ത് വരില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്കധികം ഹ്യൂജ് വെൽത്ത് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. വളരെ എന്താ പറയാ, വളരെ സാധാരണക്കാരൻ എന്ന് വെച്ചാല് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആളാണ്. റെയിൽവേയിലൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ സബ് ജോലികളൊക്കെ എടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി. അപ്പൊ അദ്ദേഹത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് വെച്ചാൽ അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നു, പ്രോഫിറ്റ് ഉണ്ടാവുന്നു, കോടികൾ ഉണ്ടാവുന്നു. ഇദ്ദേഹത്തിന് ഇങ്ങനെ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുമ്പോഴാണ് വിത്തിൻ ഇയേഴ്സിനുള്ളിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ വരികയാണ്. അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. പെട്ടെന്ന് ഒരാളെ സക്സസ് ആയാൽ നമ്മൾ ഇവരെന്തായിരിക്കും, ഇവരെന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് വരാം. ഇവിടെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മിക്കവാറും അങ്ങനെ പെട്ടെന്ന് കോടീശ്വരന്മാരാവുന്നവർക്കൊക്കെ എന്തെങ്കിലും ടൈപ്പ് കണ്ടുപിടിക്കപ്പെടാറുണ്ട് പലപ്പോഴും. അപ്പൊ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനത്തെ ചിന്തയാണ് അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഈവൻ ഭരണകൂടം പോലും ഇദ്ദേഹത്തെ സംശയിച്ചു, എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസ ഇങ്ങനെ വരാൻ പറ്റുന്നതെന്ന്. അപ്പം ഇവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു വലിയൊരു എന്താ പറയുക, നമുക്കിവിടെ ED റെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെയും അദ്ദേഹത്തിന്റെ കാലത്ത് അമേരിക്കയിലുള്ള ഉദ്യോഗസ്ഥരെ റെയ്ഡിന് അയച്ചു. എങ്ങനെ ഇത്രയും വെൽത്ത് ഇയാൾക്ക് വരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വെൽത്തിന്റെ സോഴ്സ് എന്താണ്, എങ്ങനെയാണ്? അപ്പോൾ ദിവസങ്ങളോളം ഈ ഉദ്യോഗസ്ഥര്, അമേരിക്കൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ മുഴുവൻ അരിച്ചു പെറുക്കുന്നു, ഫയൽസ് നോക്കുന്നു, ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങള്, ബ്രാഞ്ചസ് ഒക്കെ അരിച്ചു പെറുക്കിയിട്ടും ഒരു ഒരു ചെറിയൊരു തെളിവ് പോലും ഇദ്ദേഹത്തിനെതിരെ കണ്ടെത്താൻ പറ്റിയില്ല. അത്രയ്ക്കധികം പൈസ കൂടുന്നുണ്ട്, പക്ഷെ എല്ലാം നേരായ മാർഗത്തിലൂടെ കൃത്യമായ ടാക്സ് അടച്ച
കൃത്യമായിട്ടുള്ള കണക്കുകളിലൂടെ പോകുന്നു. അപ്പൊ അവസാനം അവർ തോറ്റു. നമുക്കറിയാം ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കണ്ടുപിടിക്കാൻ പറ്റും ഈ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടാതെ ആയി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ ഇറ്റ്സ് പോസിബിൾ, ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ വെൽത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ 1989 അദ്ദേഹത്തിന്റെ എമൗണ്ട് നമുക്കതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അന്ന് ഏകദേശം ഒരു $350 മില്യൺ ആണ് അദ്ദേഹം ചാരിറ്റി മാത്രം കൊടുത്തത്. അതായത് ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു $775 ബില്യൺ വാല്യൂ വരും. അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുന്നത്? അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി ഇതായിരുന്നു, എനിക്ക് ഒരു കാര്യത്തിൽ, ഒറ്റ കാര്യത്തിൽ എനിക്ക് 5 മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. അതായത് ആ കാര്യത്തെ മാത്രം കുറിച്ച് ചിന്തിച്ച് അതേ കാര്യത്തിൽ 5 മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റും. ക്യാൻ യു ഡു ഇറ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 1 മിനിറ്റ്, 5 മിനിറ്റ് ഒന്നും പോകണ്ട, 30 seconds to 1 minute നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവുമായിരിക്കും, യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മളിന്റെ 99% ആൾക്കാർക്കും അത് സാധ്യമല്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. കാര്യം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് അടുത്ത ചിന്ത വരും, ഇപ്പുറത്തുനിന്ന് വേറെ ചിന്ത വരും, ഇപ്പുറത്തുനിന്ന് വേറെ ചിന്ത വരും. നമ്മുടെ മനസ്സ് മുഴുവൻ ചിന്തകൾ കൊണ്ട് നിറയും. ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര കൂടുതലാണ്, വളരെ ഡിസ്ട്രാക്ട് ആണ്. ഇപ്പൊ നമുക്കറിയാം, എന്റെ കയ്യിൽ പോലും ഫോൺ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അടുത്ത് ഫോണുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഫോണിന്നായിരിക്കും കയറുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇപ്പുറത്തുനിന്ന് ഒരു പ്ലിങ് ശബ്ദം കേൾക്കും. അപ്പൊ നമ്മൾ അത് എടുത്ത് നോക്കും. ഇനി ശബ്ദം കേട്ടില്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും, എന്തെങ്കിലും എടുത്തിട്ട് സമയം, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുമ്പോഴേക്കും താഴേന്ന് വിളി വരും, ഇപ്പുറത്തുനിന്ന് ഫ്രണ്ട്സിന്റെ വിളി വരും. സോ വി കനോട്ട് ഫോക്കസ്. അതുകൊണ്ട് നമ്മുടെ സക്സസ് റേറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് വിജയിക്കണം, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് വേണ്ട പല ക്വാളിറ്റീസിൽ ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു ക്വാളിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫോക്കസ് ആണെന്ന് പറയും. ആ ഫോക്കസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫോക്കസിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വേറെ ലെവലാവും. നമുക്ക് വലിയ കഴിവുകളൊന്നും വേണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ കഴിവുകളൊക്കെ മതി. പക്ഷെ ആ ചെറിയ കഴിവുകളെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാല് എന്താ പറയാ, നമുക്ക് ഭയങ്കര സക്സസ് ആവാൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും, നമ്മളെപ്പോഴും ഒരു കാര്യത്തിന് ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും വേറൊരാൾ വരും, കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വരും. അങ്ങനെ വന്ന് 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 നമ്മൾ എങ്ങും എത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളത്. അപ്പൊ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ, ഇന്ന് മുതലുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ എങ്ങനെ നമുക്കൊരു ഷാർപ്പ് ഫോക്കസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം, ജീവിതത്തിൽ എങ്ങനെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം, ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി. നിങ്ങൾക്ക് കുഞ്ഞായിരുന്ന സമയത്ത് ഒരു കളി കളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്ര പേര് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം. ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ഒരു ലെൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ താഴെ ഒരു പേപ്പർ വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് എന്താ ചെയ്യാ? ആ ലെൻസ് ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ വെക്കും. എന്നിട്ട് ആ ലൈറ്റ്, പറഞ്ഞോളൂ സാറേ. അല്ല, സൂര്യപ്രകാശത്തിൽ വെച്ചാല് കടലാസ് കത്തുന്നുള്ളല്ലേ? യെസ്. സൂര്യപ്രകാശത്തില് ഐ ഡിഡ്, ശ്രീരാജ് പറഞ്ഞു. ഓക്കെ, നമ്മൾ കുറെ പേരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ ലെൻസ് ഇങ്ങനെ വെക്കും, അപ്പൊ സൂര്യപ്രകാശം ഇങ്ങനെ വീഴും. അപ്പൊ ആ ലെൻസ് ഇങ്ങനെ വന്ന ആ പേപ്പർ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കത്താൻ നോക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഭൂമി മുഴുവൻ സൂര്യപ്രകാശം ഉണ്ട്, പക്ഷെ കുറെ പേരുണ്ട് ഐഷാത്ത പറയുന്നുണ്ട് ഫ്രസി. അപ്പൊ നമ്മൾ പറയുമ്പോ എന്താണ്, സൂര്യപ്രകാശം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ പേപ്പർ ഒന്നും കത്തുന്നില്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും കത്തുന്നില്ല. പക്ഷെ അതിനൊന്നും ഫോക്കസ് ചെയ്യിക്കാൻ തുടങ്ങി, ആ സൂര്യപ്രകാശത്തിനെ ഒന്ന് ഫോക്കസ് ചെയ്യിച്ചിട്ട് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അതിന്റെ റിയൽ പവർ നമുക്ക് അറിയാൻ പറ്റും. ഇത് തന്നെയാണ് ഈ സോളാർ വാട്ടർ ഹീറ്റേഴ്സിലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എന്താണ് അത്, കുറച്ചും കൂടി കറക്റ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു ലെൻസും വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കപ്പിലെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കണ കാണാൻ പറ്റും. ചിലപ്പോൾ തിളച്ച് മറിഞ്ഞ് പുറത്തു വരെ പോകും. ഇത് സോളാർ കുക്കേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം കുറെ നാളെ സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് സോളാർ കുക്കർ ഉണ്ട്. അപ്പൊ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പാത്രത്തിൽ
അല്ല ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ ഡിഷാൻഡിനെ പോലത്തെ ഒരു കുടയാണ്. ആ കുടയുടെ ഉള്ളില് നമുക്ക് വേവിക്കാനുള്ള ഫുഡ് വെച്ച് കഴിഞ്ഞാല് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ഈ സാധനം കുക്ക് ആവും. അതായത് ചെയ്യുന്ന വെച്ചാൽ ഈ സോളാർ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുക. അത് വളരെ ഹെൽത്തി ഉണ്ടോ, കാര്യം വെച്ചാൽ ഒരിക്കലും എന്താ പറയാ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാണ്. പിന്നെ അത് ഭയങ്കര ഭയങ്കര എനർജി ആയിരിക്കും, കാരണം സോളാറിന്റെ ഡയറക്റ്റ് എനർജിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഭയങ്കരമായിട്ട് ഇരട്ടിയാവും. അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന കാര്യങ്ങൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് എന്താണ്? സെറ്റിംഗ് ക്ലിയർ ഗോൾസ്. നമുക്കൊന്ന് ഫോക്കസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടിയും റെഡി ആവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം നമുക്കൊരു ലക്ഷ്യം വേണം എന്നുള്ളതാണ്. ആ ലക്ഷ്യമുണ്ടെങ്കിലാണ് നമുക്കൊരു പർപ്പസ് ഉണ്ടാവുള്ളൂ. ഇല്ലേ, രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. ഞാൻ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ രാവിലെ ഇതില് ഇപ്പൊ ഏകദേശം 42 പേരുണ്ട്. ഇവരോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, അതായത് നമുക്ക് രാവിലെ അന്ന് മുതൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതിനകത്ത് വർക്ക് ചെയ്യണ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ നോ എന്നും പറയാം. അതായത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം എഴുതി വെക്കുന്നു, എന്നിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരാളാണ് ബഷീർ സാറ് ഉണ്ട്. യെസ്, താങ്ക് യു സർ. നോ. ഐ ശ്രീഷ. ഓക്കെ, നോ. യെസ്, നോ. റിയാസ്, നോ. സുജിത് പാറക്കൽ, ന്യൂ. യെസ്. ഡോക്ടർ ആതിര, യെസ്. മണി സാർ, യെസ്. യെസ്. ഓ, മുഫീദ, യെസ്. ഓക്കെ, ഇടയ്ക്ക് ചെയ്യും. വെരി ഗുഡ്. ഓക്കെ, ഈ ചെയ്യുന്നതിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ രാവിലെ മുതൽ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞുതരാമോ? എഴുതി വെക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, ഓർമ്മയിലുണ്ടാവും, വിട്ടുപോയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. എഴുതി വെക്കുമ്പോൾ നമുക്ക് നോക്കാമല്ലോ ഒന്ന് ഇന്നത്തെ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന്. യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് സുലൈബ. വേറെ ആരെങ്കിലും ഒന്ന് പറയാവോ, എന്താണ് ഇങ്ങനെ ഷെഡ്യൂൾ കറക്റ്റ് ആണ് സർ, ഒന്നും ബാക്കി വെക്കാനായിട്ടുണ്ടാവില്ല. ടൈം ഷെഡ്യൂൾ ഇല്ലേ? യെസ്, യെസ്. ടൈം കിട്ടും എല്ലാത്തിനും ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കിട്ടാറില്ല. ഓക്കെ, വെരി ഗുഡ്. എല്ലാത്തിനും സമയം കിട്ടുന്നതാണ്, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, മുഫീദ, വെരി ഗുഡ് മുഫീദ. വേറെ ആരെങ്കിലും? കൃത്യമായ ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അതായത് സുജിത്തെ പറഞ്ഞോളൂ. സുജിത്ത് പറഞ്ഞു. നമ്മളത് എഴുതി വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും വർക്കുകളുടെ ബിസിയിലാണെങ്കിലും പിന്നെ അത് ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചു നേരം ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് റീകോൾ ചെയ്യും. വെരി ഗുഡ്, താങ്ക് യു. സത്യം പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്ന് വെച്ചാല് ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ആ ഒരു സംഭവം ചെയ്തതിന് ശേഷമുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞ വെച്ചാല് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കൊരു കൃത്യമായ ഒരു ഗോള് വേണം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുറെ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് വളരെ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ടു ഡു ലിസ്റ്റില് എത്ര എണ്ണം നിങ്ങളുടെ ലൈഫ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ടൈം ഷെഡ്യൂൾ ഒക്കെ ചെയ്ത് തീർക്കാം ദിവ്യ, താങ്ക് യു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഈ ഗോളിന് വേണ്ടിയിട്ട് എത്ര ടു ഡു ലിസ്റ്റിൽ നിങ്ങളുടെ സംഭവങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്, പക്ഷേ എത്ര എണ്ണം നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ലൈഫിന്റെ ഗോളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എണ്ണം നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത്, ഫോക്കസ്ഡ് ആവാൻ വേണ്ടതെന്ന് വെച്ചാല് എനിക്ക് ഇത്ര ദിവസം കൊണ്ട് എന്താ പറയാ ഇത്ര പണം സമ്പാദിക്കണം, അതല്ലെങ്കിൽ എൻ്റെ വെയിറ്റ്, ഇപ്പൊ എനിക്ക് ഇത്ര വെയിറ്റ് ആണ്, എനിക്ക് ഒരു മാസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണം, അതല്ലെങ്കിൽ എനിക്ക് ഒരു ബുക്ക് വായിക്കണം. ഞാൻ ചെയ്തൊരു കാര്യം, ചിലൊരു ഗോള് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു പുസ്തകം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞൂടാ, ആന്റണി റോബിൻസിന്റെ അൺലിമിറ്റഡ് പവർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിന്റെ തിക്ക് കണ്ടാൽ ഇത് വലിയ പുസ്തകമാണ്.
ഞാൻ വളരെ മോഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിയൊരു പുസ്തകമാണ്. ഇത് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ടെക് ടോക്ക് അല്ല, ഒരു ഇന്റർവ്യൂ മൈൻഡ് വാലിയിൽ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ചെറിയ പ്രായത്തിൽ 10-21 വയസ്സിൽ തന്നെ 21 വയസ്സിൽ അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ അമ്മയുടെ പൈസയും പെൻഷൻ കിട്ടിയ പൈസയൊക്കെ കൊണ്ട് അയാള് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അൺലിമിറ്റഡ് പവർ, ഡോക്ടർ സാദിയ അൺലിമിറ്റഡ് പവർ ആണ് ബുക്കിന്റെ ഒരു ആൻഡി റോബിൻസിന്റെ ബുക്കാണ്. അപ്പം ഞാൻ ഈ ബുക്ക് മേടിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങി, ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പൈസയും കൂടി മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. 21 വയസ്സേ ഉള്ളൂ. കംപ്ലീറ്റ് പൈസ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു. ഫുൾ പൈസയും പോയി, ഫുൾ പൈസ. അങ്ങനെ പൈസ പോയി ഗതിയുടെ, അതായത് ഒരു ബുക്ക് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തൊരു അവസ്ഥ എന്നാണ് ആലോചിച്ചു നോക്കി. ഈ ബുക്കിന് ഇപ്പൊ എത്ര, ഞാനിത് 600 കൊടുത്ത് വാങ്ങിയ പുസ്തകമാണ്. അദ്ദേഹത്തിനാണെങ്കിലും ചെറിയ പൈസ ഒക്കെ എന്തായാലും അത്രയും കുഞ്ഞ ഡോളേഴ്സ് പോലും എടുക്കാനാവില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു പ്രശസ്തമായ ലൈബ്രറി അല്ലെങ്കിൽ ബുക്ക് ഷെല്ലിംഗ് ഷോപ്പിൽ പോകും. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, നമ്മുടെ നാട്ടിലും ആരും ശ്രദ്ധിക്കാറില്ല ബുക്ക് ഷോപ്പിൽ ആരെന്തൊക്കെ ഇരുന്ന് നോക്കണമെന്ന്. ഇദ്ദേഹം ഈ ബുക്ക് ഷോപ്പിലേക്ക് ചെല്ലും, ഈ ബുക്ക് എടുക്കും, ഏതെങ്കിലും മൂലയ്ക്കിരുന്ന് ഇങ്ങനെ വായിക്കും. അവിടെ ഇരുന്ന്, അതായത് ആ ബുക്ക് ഷോപ്പിൽ ഇരുന്ന് ഈ പുസ്തകം അദ്ദേഹം വായിച്ചു കൊടുത്തു, കാര്യം ഇത് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണെന്ന് പറയും. അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ വാങ്ങിയ പുസ്തകമാണ്. പക്ഷെ ഈ പുസ്തകം വാങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 മാസമായി വായിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ, ഈ ജാനുവരി മുതലൊക്കെ ചെയ്ത ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെ ഈ ഒരു ഗോൾ വെച്ചു, ഈ ബുക്ക് എന്തായാലും തീർത്തേ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഈ ബുക്കില് 420 പേജസ് ഉണ്ട്. 420 പേജസ് ആണ് ഇതിനകത്ത് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ എനിക്കൊരു ടാർഗറ്റ് കൊടുത്തു, 15 പേജ്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ചാപ്റ്റർ വെച്ച് വായിക്കാന്ന്. അപ്പം വേണ്ട, അങ്ങനെ വേണ്ട, ഒരു 15 പേജിലെങ്കിൽ ഒരു മാസം കൊണ്ട് ബുക്ക് തീരാം. കാര്യം സാധാ ബുക്ക് വായിക്കുന്ന പോലെ ഇത് കുറച്ച് ടഫാണ്. അത് മാത്രമല്ല ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വായിച്ചു തീർക്കണതിൽ കാര്യമില്ല. അപ്പൊ ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ചാല് 15 അല്ലെങ്കിൽ 20 പേജസ് മിനിമം ടാർഗറ്റ് ഞാൻ വെച്ചു. 15 പേജ്, മാക്സിമം ഒരു 20-25 പേജ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോ ഓക്കെ, 3 മാസം വേണ്ട, അല്ല 1 മാസം വേണ്ട, അതിക്കുമ്പോൾ തീർക്കാന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഞാൻ പഞ്ച് ചെയ്ത് വായിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പുസ്തകത്തിന്റെ നല്ലൊരു പോർഷൻസിലേക്ക് കവർ ചെയ്തു. എനിക്ക് ഒട്ടും ഭാരമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തു, ഞാനൊരു കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തു. കാര്യം എന്റെ കയ്യിൽ അങ്ങനെ വായിക്കാത്ത കുറെ പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകം വായിക്കും, അത് കഴിഞ്ഞ് വായിക്കുമെങ്കിൽ അടുത്ത പുസ്തകം കിട്ടും, അത് വായിക്കും. അപ്പൊ അങ്ങനെ വായിക്കാതെ ഒരു കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഒരു പുസ്തകം തുടങ്ങി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഫോക്കസ്ഡ് ആവണമെങ്കിൽ ഒന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ഗോൾ വേണം. രണ്ടാമത് വേണ്ട കാര്യം ബ്രേക്കിംഗ് ഡൗൺ ടാസ്ക് ഇൻ ടു മാനേജബിൾ ചങ്ക്സ്. ഇത് വളരെ കൃത്യമായിട്ടൊരു പോയിന്റ് ആണ്. എന്താണ്, നമ്മളൊരു കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ എന്താ പറയുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതെന്തിനാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു പുസ്തകം കാണുമ്പോൾ, ഒരു വലിയൊരു മല കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതൊക്കെ നടക്കാൻ വഴിയില്ല. എന്റെ മനസ്സിലെ ചിന്ത അതായിരുന്നു, എന്താണ്, ഇത്രയും വലിയ പുസ്തകം എങ്ങനെ ഞാൻ വായിച്ചു തീർക്കാനാ, കുറെ വായിക്കാനിരിക്കും, നമുക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു സെറ്റ് എന്ന് വെച്ചാല്, ഓക്കെ ഇത്ര ഇപ്പൊ ഇത് തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ഗെയിനോ ലോസ് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഡയറ്റ് ചെയ്യാന്നുള്ളതാണ്. 2, എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ ഡയറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ചെറിയ പീസുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ദിവസവും പോലും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പറയാം, ഓക്കെ ഡെയിലി ഞാൻ 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മാനേജബിൾ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയുക, 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാണ്ട് ചില ആൾക്കാരല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. എനിക്ക് ഇങ്ങനെ വെയിറ്റ് ലോസിന്റെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പറയും, ഞാൻ എടുക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇനി ഒരു 5 ദിവസം പട്ടിണി എടുക്കും. 5 ദിവസം ഒരുമിച്ച് അങ്ങനെ പട്ടിണി എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയ്യോ നടക്കൂല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതല്ലെങ്കിൽ പറയും, ഞാൻ എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ദിവസം പോയിട്ട് 1 മണിക്കൂർ ഫുൾ ഓടും, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ കൈയും കാലൊക്കെ വേദന എടുത്ത് പിന്നെ പിറ്റേ ദിവസം പോകില്ല. അങ്ങനെ തോറ്റ് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാനിപ്പോ അത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വലിയ സാധനമാക്കാതെ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ എന്താണെന്നറിയോ, ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോ ഈ ഈ ഒരു സാധനം എന്താ കാര്യം വെച്ചാൽ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് ടു ഡു ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ടു ഡു ലിസ്റ്റ് ചെയ്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിത് ഫുള്ള് ഇങ്ങനെ എഴുതും. എഴുതിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വെട്ടുക. അപ്പൊ നമ്മളിങ്ങനെ കുറെ ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെട്ടി. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഹൈലൈറ്റർ ഉപയോഗിക്കുക. അപ്പൊ ഹൈലൈറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് പച്ച അല്ലെങ്കിൽ ഫുള്ള് മഞ്ഞ. അത് മഞ്ഞ ആവാത്ത സാധനം ഞാൻ നോക്കും, അയ്യോ ഇത് ചെയ്തില്ല, ഓക്കെ. അപ്പൊ അതിന് സമയം കണ്ടെത്തി ചെയ്യും, ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചങ്കായിട്ട്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ. ഇപ്പൊ ഒരു ബുക്ക് എഴുതണം. ഇപ്പൊ ഞാൻ എന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, പക്ഷെ അത്ര വലിയ ആഗ്രഹം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ബുക്ക് എഴുതുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ബുക്ക് എഴുതാനായിട്ട് ആഗ്രഹമുള്ള ഒരാളായിട്ട് ഞാൻ പറയാം, നാളെ മുതൽ ഫുള്ള് ബുക്ക് അങ്ങോട്ട് കുത്തിരുന്ന് എഴുതും. നടക്കൂല. പക്ഷെ അതിന് നമ്മൾ ചെയ്യാന്ന് പറയാന്ന് വെച്ചാല്, ഓക്കെ എന്റെ ബുക്ക് ഇതാണ് ഒരു ടൈറ്റിൽ, ആദ്യം ഞാൻ ഇന്ന് ടൈറ്റിൽ കണ്ടതും എല്ലാ ദിവസവും ഒരു പേജ് എഴുതും. ഒറ്റ പേജ് എഴുതിയാൽ മതി. 30 ദിവസമായ 30 പേജായി. 30 ദിവസമായി 30 പേജായി. 360 ദിവസമായ 365 പേജുള്ള ഒരു പുസ്തകം റെഡിയായി. നമ്മൾ ഇതുവരെ തുടങ്ങാതെ ഇങ്ങനെയൊന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുപോകണേക്കാളും നല്ലത് എന്താണ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും എഴുതുക. ബുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു ബുക്ക് വായിക്കുന്നു പറയാ, ഞാൻ ഒരു മാസം 2 ബുക്ക് വായിക്കും, അത്ര എടുത്താൽ മതി. ആ ബുക്കിൽ എത്ര പേജ് ഉണ്ട് നോക്കാം, ഞാൻ പറഞ്ഞ പോലെ 20 പേജസ് 30 പേജസ് എന്നുള്ള രീതിയിൽ വായിച്ചു കൊടുക്കാം. അപ്പോ കൃത്യമായിട്ട് ഒരു മോട്ടിവേഷൻ ത്രൂ ഗോൾ ഓറിയന്റഡ് ഫോക്കസ്, ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി നല്ല ഫോക്കസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യം റെഡിയാണ്, എനിക്കൊരു ബുക്ക് എഴുതണം, ദാറ്റ് ഈസ് മൈ ഫോക്കസ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇന്ന കാര്യം. എനിക്കൊരു ബുക്ക് വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യണം, അതല്ലെങ്കിൽ എന്താ പറയാ, ഇത്ര പണം സമ്പാദിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു മില്യനെയർ ആവണം, ഒരു കോടീശ്വരനാവണം. ഓക്കെ, ഈ വർഷം ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ടാർഗറ്റ് 10 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 10 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് എനിക്ക് സമ്പാദിക്കണമെങ്കിൽ 12 മാസം ഉണ്ട്. 12 മാസം എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയെ താഴെ ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് സമ്പാദിച്ചാലാണ് 12 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് പറയാം, ഒരു 80,000 90,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം സമ്പാദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പോട്ടെ, 12 ലക്ഷം എടുത്തു, കണക്കൂട്ടാൻ എളുപ്പത്തിന്. അപ്പൊ ഒരു മാസം ഞാൻ 1 ലക്ഷം രൂപ സമ്പാദിക്കണം. ഒരു മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ട്, 30 ദിവസം ഉണ്ട്. അപ്പൊ അതിനൊന്നും കൂടി ചങ്കാക്കും, എന്താണ്, ഒരു ദിവസം ഞാൻ എത്ര സമ്പാദിക്കണം, 3000 രൂപയിൽ മേലെ, 3300 സംതിങ്. അപ്പൊ ഒരു 3000 രൂപ എനിക്ക് ഒരു ദിവസത്തെ വരുമാനം വേണം. ഇപ്പൊ എനിക്ക് എത്ര വരുമാനമുണ്ട്, 500 ആണോ 1000 ആണോ അതോ 3000 ആണോ? എനിക്ക് എങ്ങനെ 3000ലേക്ക് എത്താം? ഈ 3000 തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചിന്തിക്കാം, ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നത് 8 hours ആണ്. ഈ 8 hours അപ്പൊ ഒരു മണിക്കൂറിൽ ഞാൻ എത്ര സമ്പാദിക്കണം, ഒരു മണിക്കൂറിൽ എത്ര? അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങി നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നുള്ളതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ 5 മണിക്കൂർ ഒരു ദിവസത്തിന് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കണം, അയ്യോ 5 മണിക്കൂറായല്ലോ, ഇതുവരെ എന്റെ എത്ര വരുമാനം എത്രയാണ്? ഈ സെയിൽസിലൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് ചിലപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര ലക്ഷം രൂപ. ചിലപ്പോൾ അവര് മാസത്തിന്റെ തുടക്കം മുഴുവൻ വെറുതെ നടക്കും, അവസാനം ഇവന്മാർ എക്സ്ട്രാ പണിയെടുത്തിട്ട് ഈ പൈസ ഉണ്ടാക്കും. കാര്യം അവർക്കൊരു ഫോക്കസ്ഡ് ഉണ്ട്, ആ ഒരു ഗോൾ ഉണ്ട്, അത് അവർ എത്തിച്ചിരിക്കും. ചിലപ്പോൾ തുടക്കം ഭയങ്കരമായിട്ട് ചെയ്യും, പിന്നെ അവന്മാർ വെറുതെ ഇരിക്കും. അപ്പൊ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ 1 ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കിൽ ഒരു ദിവസം ഞാൻ 3000 രൂപ ഉണ്ടാക്കണം. ഇപ്പൊ എന്റെ വരുമാനത്തിന് 500 1000, ബാക്കിയുള്ള 2000 ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇത് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് വീക്ക് കാണാം. റിയലി സോറി, ഞാൻ ഇപ്പോഴാണ് സമയം നോക്കി, 6:20 അപ്പോൾ ഒരൊറ്റ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്, ഫോക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കൃത്യമായ ഗോൾ ആണെന്നും ആ ഗോളിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ മാം. താങ്ക് യു ഓസ്റ്റിൻ സർ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു ഫോക്കസ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഡൗട്ട്സ് ചോദിക്കാനുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് അൺമ്യൂട്ട് ചെയ്യുക. കാരണം ഒരുപാട് പേര് ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സിന്ധു മാം.
ഓസ്റ്റിൻ സാർ, യെസ്. എനിക്ക് എപ്പോഴും ടു ഡു ലിസ്റ്റ് മാത്രം കീപ്പ് ചെയ്ത് പോവാൻ പറ്റണില്ല. എന്താന്ന് വെച്ചാല് എഴുതൊക്കെ ചെയ്യും, പക്ഷെ അത് നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കണ നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ അംഗൻവാടി പോണ്, 3:30 വരെ കുട്ടികളായിട്ടിരിക്കണ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യങ്ങള് നമുക്കത് അങ്ങോട്ട് പരമാവധി ഞാൻ നോക്കും. ഇപ്പൊ ഒരു 10 കാര്യം എഴുതിയാൽ ഒരു 6-7 കാര്യം വരെ ഞാൻ ചിലപ്പോ ചെയ്തെന്ന് വരാം. ബാക്കി വരുന്ന സമയത്ത് അവിടെ എപ്പോഴും എനിക്കതൊരു ഭയങ്കര ഒരു ഇതായിട്ട് വരുന്ന കാര്യം ടു ഡു ലിസ്റ്റിന്റെ കാര്യം. അതിനകത്ത് ഞാൻ പറയുന്നത് അത്ര വലിയ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ 10 കാര്യത്തില് എഴുതിയിട്ട് 7 കാര്യം ചെയ്യാൻ വെച്ചാൽ യു ക്യാൻ അപ്രീഷിയേറ്റ് യുവർ സെൽഫ് ബിക്കോസ് യു ഹാവ് അച്ചീവ്ഡ് 70%. ഡോണ്ട് വറി. ആ ബാക്കി 3 കാര്യം എടുത്ത് നെക്സ്റ്റ് ഡേയിലേക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട ആ 3 കാര്യം, ആ ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കിയ 3 കാര്യമായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? കാര്യം നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം 7 കാര്യമൊക്കെ ചെയ്യുന്ന ദാറ്റ് ഈസ് എ ഗ്രേറ്റ്. പിന്നെ രണ്ടാമത് ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല്, നമ്മൾ എഴുതുന്ന ടു ഡു ലിസ്റ്റിൽ നമ്മുടെ വലിയ പർപ്പസ് ഉണ്ടല്ലോ, ഒരു വലിയ പർപ്പസ്, അത് ബുക്ക് എഴുതുന്നതാവാം, പാട്ട് പാടണമെന്നാവാം, അതല്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിനകത്തേക്കുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതല്ലാണ്ട് ഇപ്പൊ രാവിലെ പാല് വാങ്ങണം, കുട്ടികൾക്ക് ഫുഡ് കഴിക്കണം, പിന്നെ മറ്റേ അവിടെ പോകണം, ഇവിടെ പോകണം, കല്യാണത്തിന് പോകണം, മറ്റേത്, അങ്ങനെ ഇങ്ങനെ കുറെ ഒരു 100 കാര്യം എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മുടെ ഈ ടു ഡു ലിസ്റ്റിൽ അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ടു ഡു ലിസ്റ്റിൽ നമ്മുടെ വലിയ പർപ്പസ് ഉണ്ടല്ലോ, ഒരു വലിയ ട്രെയിനർ ആവണമെന്നാവാം, കോടീശ്വരൻ ആവണമെന്നാവാം, അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കർ ആവണമെന്നാവാം, ഒരു ലെക്ചറർ ആവണമെന്നാവാം. അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ പർപ്പസ്, നമ്മളൊരു വലിയ സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്കുള്ള 1, 2, 3 കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യുക. എന്നാലേ നമ്മൾ ആ ഒരു ഗോളിലേക്ക് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ രാവിലെ മുതൽ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ ഈ മത്തി മേടിക്കുന്നതും ഇറച്ചി മേടിക്കുന്നതും മുഴുവൻ ലിസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് വേണ്ടാന്നല്ല പറഞ്ഞാൽ ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ഡൺ. അപ്പൊ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഗോളിലേക്ക്, ലൈഫിന്റെ പേർപ്പസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിൽ നിന്നുള്ള 1-2 പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ സാറിന്റെ ക്ലാസ് എടുത്തതിനകത്ത് സാർ ഒരു കാര്യം പറഞ്ഞു, ഞാൻ തീരെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം. ഇപ്പൊ സിംഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞ ഏട്ട ഇവിടെ എപ്പോഴും ആനിമൽ പ്ലാന്റ്സിന്റെ ആ ഒരു സംഭവം ഇരുന്ന് കാണാനാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം കൂടെ, ഞാൻ എപ്പോഴും ചീത്ത പറയാറാണ് കാണുമ്പോ, പക്ഷെ ഒരു ദിവസം ഞാൻ അതിന്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോ എനിക്കും അത് ഫീൽ ചെയ്ത്. സിംഹം ഏതൊരു ഏരിയയാണോ ഫോക്കസ് ചെയ്ത് ആ ഏരിയ സിംഹം പിടിക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് കൂടെ ഇപ്പൊ എന്ത് പോയാലും എനിക്ക് നോക്കിയല്ല. ഇപ്പൊ ഫോക്കസിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് അന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അപ്പൊ ആ കഥ കേട്ടപ്പോ ഒന്നും കൂടി ഓർമ്മ വന്നത്. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. നല്ലൊരു പോർഷൻ എടുത്തത്. താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? എല്ലാവർക്കെല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാം ലെബി മാജിക്കിന്റെ യൂട്യൂബ് ചാനൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഗ്രൂപ്പിൽ ഇന്ന് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അതിൽ നമ്മൾ ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ മോർണിംഗ് ക്ലാസ്സിൽ ലീഡേഴ്സ് ശ്രദ്ധിക്കുക. മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനിപ്പോ ഇന്ന് ഓസ്റ്റിൻ സാർ എടുത്തിട്ടുള്ള ഫോക്കസ്, അതിന് ഗോൾ സെറ്റ് ചെയ്യുക, അതിനെ ചെറിയ പാർട്ടാക്കി മാറ്റി നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇതന്നെയാണ് നമ്മുടെ സർവീസിലും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സർവീസ്, അതുപോലെ തന്നെ വർക്ക് ബുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മുഫീദ, ഒരു മിനിറ്റ്, ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ എയിം ഇല്ല വാട്ട് ടു ഡു സർ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് മിനി എന്നുള്ള പേര്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, ഓസ്റ്റിനെ, നീ ഇങ്ങനെ വലിയ മോട്ടിവേഷൻ ഒക്കെ നടത്തുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിലെ പർപ്പസ്, ഗോൾ എന്താണ്, നിന്റെ ലൈഫിൽ എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നിന്നെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റില്ല. കാര്യം നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർപ്പസ് എയിം ഉണ്ടാക്കാന്നാണ്. അതിപ്പം ഞാൻ പറഞ്ഞ നമുക്ക് പലർക്കും ഇല്ല. അത് ഞാൻ മാഡത്തിനോട്, മാഡത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ മിണ്ടാത്ത ആൾക്കാരോടൊക്കെ നോക്കിയാൽ ഒരു ഞാൻ പറയുകയാണെങ്കിൽ 80% ആൾക്കാർക്കും പ്രത്യേകിച്ച് എയിമൊന്നുമില്ല. 80 അല്ല, 90% ആൾക്കാർക്ക് ജീവിച്ചു പോണു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു എയിമും ഇല്ല. പക്ഷെ ആരാണോ ഒരു എയിം, ഒരു പർപ്പസ് കണ്ടെത്തുന്നത്, അവർക്ക് മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ജീവിച്ചു പോകണതിന് ഒരു കുഴപ്പമില്ല.
ഇങ്ങനെ ജീവിച്ചു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വയ്യാണ്ടാവും, താഴേക്ക് പോകും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എയിം കൊടുത്തു നമ്മളൊരു ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയാം, ഒരു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അറിയോ, AC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ AC ഒക്കെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഹീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈവൻ AC ഇല്ലാത്ത വീടുകളുണ്ടാവും. പക്ഷെ ഞാൻ തേപ്പട്ടിയുടെ കാര്യം പറയാം. തേപ്പട്ടി നോക്കി നോക്ക്. തേപ്പട്ടിയിൽ നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പൊ ആ തേപ്പട്ടി ചൂടായി ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ തേപ്പട്ടി ഓഫ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? AC ഓഫ് ആവും ഇതുപോലെ. അതെ അതെ ആ AC ഓഫ് ആവും. ഇത് ഞാൻ ടെമ്പറേച്ചർ താഴേക്ക് പോകുമ്പോൾ വീണ്ടും കുറെ നേരം കഴിയുമ്പോൾ വീണ്ടും ഈ സാധനം ഓൺ ആവും. അപ്പൊ വീണ്ടും തേപ്പട്ടി ചൂടാവും. അപ്പോൾ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സെറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫ് ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫ്. ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് എന്ന് വെച്ചാൽ മാസം 30,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്നുള്ള തെർമോസ്റ്റാറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അതെങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിങ്ങൾ എത്തിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും താഴേക്കും. അപ്പൊ വീണ്ടും നിങ്ങൾ ചിലപ്പോൾ അസുഖം വരും, ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ വീണ്ടും നിങ്ങൾ പണിയെടുക്കും, 30,000 രൂപ എത്തിക്കും, പിന്നെ വീണ്ടും താഴേക്ക് വരും. നമ്മുടെ തെർമോസ്റ്റാറ്റ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ തെർമോസ്റ്റാറ്റിൽ 30,000 ആണ് മന്ത്ലി ഇൻകം എങ്കിൽ അതൊരു 1 lakh ആക്കി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ദാറ്റ് ഐ എം ടെല്ലിങ്, ദാറ്റ് ഈസ് എൻ എയിം. അങ്ങനെ ഒരു സാധനം കടക്കാൻ എങ്ങനെ എയിം കണ്ടെത്താൻ പറ്റും, കടക്കണം എങ്ങനെ എങ്കിലേ ദിവ്യ കറക്റ്റ് ആണ്. കംഫർട്ട് സോൺ, അതായത് ദിവ്യ നമുക്കിതിനെ തിരിച്ചു പറയാം. നിങ്ങളുടെ കംഫർട്ട് സോണെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ കംഫർട്ട് സോൺ ബ്രേക്ക് ആയിക്കോളും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പറയുന്നതിനേക്കാൾ ആ പുറത്തേക്ക് പറഞ്ഞല്ലോ, അതിന്റെ കാര്യം എന്താണ്? എനിക്കൊരു സാധനം ഉണ്ട്, ഇത്രയും അച്ചീവ് ചെയ്യാറുണ്ട്, എനിക്ക് മന്ത്ലി എന്റെ 2 lakhs ആണ് ഇൻകം വേണ്ടത്, എനിക്ക് അതേ ഒരു ലൈഫ് സ്റ്റൈൽ വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വളരെ താത്വികമായിട്ടൊക്കെ പറയാവുന്ന ഒരു സാധനമാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ട് എനിക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു മുട്ട ഉള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാല്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മുട്ട ഉള്ളിൽ നിന്ന് പൊട്ടിയാൽ എന്ത് പറ്റും? അതൊരു പുറമേ നിന്ന് പൊട്ടിയാലോ അത് നശിച്ചു. മീൻസ് ഒന്നില്ലെങ്കിൽ അത് ഓംലേറ്റ് ആവും, അതല്ലെങ്കിൽ ചീഞ്ഞ മുട്ടയാണ് പുറത്തുനിന്ന് പൊട്ടുക. അപ്പൊ ഉള്ളിൽ നിന്ന് പൊട്ടണം. അപ്പൊ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കൂടെ വെച്ച് അടിച്ച് പൊട്ടിക്കലിച്ചിട്ട് ഉള്ളിൽ നിന്ന് പൊട്ടണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം നമ്മളാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, വേറെ ആരില്ല. അപ്പൊ വേറെ ആള് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വീട്ടിലൊരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആയി, പിന്നെ നിങ്ങൾ എല്ലാ വഴിക്കും കൂടി അലഞ്ഞ് നശിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ അതിനകത്തേക്ക് തിരിച്ചു വരും. പക്ഷെ ദാറ്റ് ഈസ് പെയിൻഫുൾ. മറിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തല്ല, എന്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ന്യൂ ഗ്രോത്ത്. Hope it's clear. Thank you, Austin. Hi, thank you so much. ഓക്കെ, അപ്പം ഷാദിയ മാം അതുപോലെ തന്നെ ദിവ്യ മാം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം കണ്ടെത്തിയിട്ട് ആ ലക്ഷ്യങ്ങളെ ഗോളാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? പെട്ടെന്ന് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഗോൾസ് എന്തായാലും മോളെ, ഗോൾസ് എന്തായാലും നമ്മൾ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾസ് എന്തായാലും അതില് ഇപ്പൊ നമ്മളൊരു 50 കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. എഴുതി വെച്ചാൽ നേടാൻ പറ്റും. കാരണം അനുഭവം കൊണ്ട് പറയുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എഴുതി വെച്ച, ഇപ്രാവശ്യം ഞാൻ എഴുതാൻ വേണ്ടി ഗോൾ എഴുതണ മാത്രം ഒരു ബുക്ക് ഉണ്ട്. എഴുതാൻ വേണ്ടി ഞാൻ ആ ബുക്ക് എടുത്തപ്പം കഴിഞ്ഞ വർഷം എഴുതി വെച്ചതൊന്ന് റിവൈൻഡ് ചെയ്തപ്പോ സത്യം പറയാം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ എഴുതി വെച്ച കാര്യത്തില് 2 കാര്യം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇക്കൊല്ലത്തെ ഗോൾസ് എഴുതുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയതാ. ചെയ്തപ്പോഴാണ് ഈ 2 കാര്യം എനിക്ക് ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വരികയും അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ നേടാൻ പറ്റിയല്ലോ എന്നുള്ള ആഗ്രഹിച്ച്. ഒന്നിന്റെ പറയണതിന് എനിക്കൊരു മടിയില്ല. ഒന്നിന്റെ മക്കള് ബിസിനസ്സുകാരാവും എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ 2 ആൺകുട്ടികളും അവരെ ഭാര്യമാരും ഒന്ന് ബിസിനസ് രംഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഒരു 1.5 ലക്ഷം രൂപയോളം എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് തീരും എന്ന് വിചാരിച്ചിട്ട് ഡിസംബർ ഒരാഴ്ച ലാസ്റ്റത്തെ വീക്കിന്റെ മുന്നേ വരെയും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല.
ലാസ്റ്റ് വീക്ക് ആയപ്പോഴേക്ക് അതിനായിട്ടൊരു സൊല്യൂഷൻ എനിക്ക് എന്റെ ദൈവം തമ്പുരാൻ എനിക്ക് എത്തിച്ചു തരികയും എന്റെ ആ 1.5 ലക്ഷത്തിന്റെ ബാധ്യത അവിടെ തീരുകയും ചെയ്തു. ഇതിൽ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാ പറഞ്ഞു, ഗോളുകൾ എഴുതിക്കോളി, ധൈര്യമായിട്ട് എഴുതിക്കോളി, നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി എഴുതിക്കോളി. പക്ഷെ അത് സാധിക്കുന്നുള്ള കാര്യം 100% ഉറപ്പ് ഞാൻ തരും നിങ്ങൾക്ക്, അനുഭവം കൊണ്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഗോൾ എഴുതുന്ന സമയത്ത് ഇന്നിപ്പം ഓസ്റ്റിൻ സാർ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് ടൈം സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെറിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഇന്നത്തെ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുള്ള ഓസ്റ്റിൻ സാറിനും അതുപോലെ ഈ ഒരു ഇന്നത്തെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.